ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ASMന്റെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഡേ 27 ആൻഡ് 28ലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഡേ 27ൽ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ അതിൽ SCERT ലെസൺസ്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത 1-2 SCERT ലെസൺസ് ഉണ്ട്. ആ ഒരു SCERT ലെസൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന ടോപ്പിക്കാണ് നമുക്കിവിടെ കവർ ആവുന്നത്. ഓക്കെ, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ഏരിയയിൽ കവർ ആവുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം. നിങ്ങളത് കാണാം കേട്ടോ, യൂസ്ഫുൾ ആവും. SCERT 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടി എന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് 10th സ്റ്റാൻഡേർഡിൽ 8th ലെസൺ അതുകൂടി പഠിക്കണം. ഈ 2 SCERT ലെസൺ ആകുമ്പോൾ കുറച്ചധികം കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഈ 2 ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴേ ഏകദേശം കുറേ ഒരു ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏരിയാസ് ഒക്കെ നമുക്ക് അവിടെ കവറായി കിട്ടും. പിന്നെ അതുകൂടാതെ അന്തരീക്ഷം എന്നൊരു ടോപ്പിക്ക് കൂടി ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ MT വാസുദേവൻ നായരെക്കുറിച്ചും സുനിത വില്യംസിൻ്റെ ആ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ 2 MT വാസുദേവൻ നായരുടെ വിയോഗവും സുനിത വില്യംസിൻ്റെ നേട്ടവും, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എടുത്തു വെച്ച് തന്നെ പഠിക്കുക. അതുകൂടാതെ ജൂൺ 2024 കറണ്ട് അഫയേഴ്സ് പഠിക്കണം കേട്ടോ. ജൂൺ 2024. ഇനി സാഹിത്യ മേഖലയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ഓരോ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അത്തച്ചമയം നടക്കുന്നത് എവിടെയാണ്? ഓണവുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ PSC നമ്മളോട് ചോദിക്കാറുള്ളതാണ്, എവിടെ ഏതൊക്കെ നടക്കുന്നതെന്നുള്ള രീതിയിൽ. അതുകൂടാതെ ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ MEM സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവാണല്ലോ. ഇപ്പോൾ നമ്മൾ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ നമുക്ക് MEM സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു MEM സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് നിങ്ങൾ ഈ MEM സീരീസാണ് ഇനി എക്സാം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ഇനി ഡേ 15ൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സമയത്തിനനുസരിച്ച് ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് SCERT ലെസൺസ് ഒക്കെയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതുപോലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, പിന്നെ വർത്തമാന പത്രങ്ങൾ. ഇംഗ്ലീഷിൽ നമ്മൾ ടെൻസ് ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് പഠിച്ചത്. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ ജൂൺ 2025 പഠിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഡേ 27 കംപ്ലീറ്റ് ആവും. റിവിഷനുള്ള സമയം കൂടി കണ്ടെത്തണം കേട്ടോ. റിവിഷൻ ആണല്ലോ എന്ന് വെച്ചാൽ മാറ്റി വയ്ക്കരുത്. ആദ്യം തന്നെ റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ഡേ 28ലേക്ക് വരാം നമുക്ക് കേട്ടോ. ഡേ 28ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ, അതായത് ന്യൂ SCERT ആണ് പറയുന്നത്. ന്യൂ SCERT 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ലെസൺ ലോകത്തിൻ്റെ നെറുകയിൽ, ഈ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഓക്കെ, ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമഹാസമതലം പോലെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക, ലോകത്തിൻ്റെ നെറുകയിൽ. പിന്നെ വരുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഈ സമുദ്രജല പ്രവാഹങ്ങളായിട്ട് ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 3-4 എക്സാമിന് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു സമുദ്രജല പ്രവാഹങ്ങളുടെ ഒരു ക്ലാസ് നമ്മൾ നല്ല രസകരമായിട്ടുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കാണാം കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ വരുന്നത് മാപ്പുകൾ, ഭൂമിയുടെ ഘടന, പാറകൾ, ഇത്രയും കോമൺ ആയിട്ട് വരുന്ന ജോഗ്രഫിയിലെ ഏരിയാസാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. മാപ്പുകളുണ്ട്, അതുപോലെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ പാറകളെക്കുറിച്ച് ഉള്ള ഭാഗവും പഠിക്കുക. പിന്നെ മാത്സ് മലയാളമാണ്. മാത്സ് മലയാളം MEM സീരീസ് ആണല്ലോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വരുന്നത് ഡേ 16ലെ കാര്യങ്ങളാണ്. ഡേ 16 നമ്മൾ ഫിസിക്സിലെ കുറച്ച് ശബ്ദം, അളവ്, യൂണിറ്റ്, ശബ്ദ തരംഗങ്ങൾ എന്നുള്ള SCERT ലെസൺ അതൊക്കെയാണ് പഠിച്ചത്. പിന്നെ മാത്സിൽ ലാഭവും നഷ്ടവും, മലയാളം സ്ത്രീലിംഗം, പുല്ലിംഗം, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് പഠിക്കണം. ഒരു സ്ഥലത്തും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകരുത്. പോയാൽ നമ്മുടെ പ്ലാനൊക്കെ തെറ്റും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാനുള്ള സമയം തന്നെ കണ്ടെത്തുക. ടോപ്പിക്സ് മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ SCERT സീരീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ SCERT സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള SCERT ലെസൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഓൾഡ് SCERTയും ന്യൂ SCERTയും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓൾഡ് SCERT കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, പിന്നെ ന്യൂ SCERT എടുത്ത് വെച്ച് പഠിക്കുക, ആ രീതി അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ശബ്ദം എന്നൊരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ശബ്ദം എന്നൊരു ടോപ്പിക്ക് നമ്മൾ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ ഈ ശബ്ദം എന്ന ടോപ്പിക്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ
ന്യൂ ആവട്ടെ ഓൾഡ് ചാപ്റ്റേഴ്സ് ആവട്ടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത് ആ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു പോവുക. അതായത് ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളുടെ SCERT സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. 2 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരത് കാണുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ SCERT പഠിച്ച് തുടങ്ങാത്തവർക്കും ഇനി SCERT പഠിച്ചു കഴിഞ്ഞവർക്ക് ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സീരീസ് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്നവർക്കും പഴയതായിട്ട് പഠിച്ച് ഓൾറെഡി കഴിഞ്ഞവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിന് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയാലോ. മാക്സിമം ടൈം കണ്ടെത്തുക, നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുമല്ലോ അല്ലേ. ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.